ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെമ്മാടി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ സന്ദീപ് വാര്യർ നീ മര്യാദയ്ക്ക് സംസാരിക്കണം, നീ മര്യാദയ്ക്ക് സംസാരിക്കണം. അതൊക്കെ നിന്റെ അച്ഛൻ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. തെമ്മാടി എന്നൊക്കെ നിന്റെ അച്ഛൻ വീട്ടിൽ പോയി സംസാരിച്ചാൽ മതി. അതൊക്കെ ഇവൻ ആരാണ്? നീ ആരാടാന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഞാൻ തൃക്കരിപ്പൂർ MLA ആണ്. നിങ്ങൾക്കാണെങ്കിലോ? തീർച്ചയായിട്ടും ഞാൻ പത്തനാപുരം MLA ആണ്. അതൊരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെയും നിയന്ത്രണം വിട്ടുപോയപ്പോൾ സംഭവിച്ചിട്ടുള്ള എന്താ പറയാ, കേരളത്തിന്റെ ട്രോൾ മേഖലയ്ക്ക് ഞങ്ങളുടേതായിട്ടൊരു സംഭാവന. ഞങ്ങൾ തമ്മിലുള്ളത് അതിര് തർക്കമല്ലോ, തമ്മിലെ ആശയപരമായ സംഘർഷം അത് പരിധി വിട്ടുപോയപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് വ്യക്തിപരമായി എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പിന്നീട് തോന്നിയിട്ടുമുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നോട് തന്നെയാണ് പറയുന്നത്, താഴെ പോയി സന്ദീപ് വാര്യർ വരും, ക്ഷണിച്ച് പത്രസമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം, ആ ചുമതല എനിക്കാണ്. അപ്പോൾ ഞാൻ സന്ദീപിനെ വിളിച്ചു. അപ്പോൾ ചേട്ടാ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. താഴെ പോയി ഞാനും AIC സെക്രട്ടറി ശ്രീ മോഹനോട് ഞങ്ങൾ ക്ഷണിച്ച് വെള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം അപ്രതീക്ഷിതമായി ഞാൻ വീണ്ടും ലൈംലൈറ്റിലേക്ക് വന്ന ദിവസമാണ്. കാരണം ഞാൻ എല്ലാം വന്ന് തെരഞ്ഞെടുപ്പ് ഇരിക്കുന്ന സമയമാണ്. അവിടെ മുതൽ ഞങ്ങൾ രണ്ടും ഒന്നിച്ച് നിൽക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഫ്ലെയിം കിട്ടാൻ വേണ്ടി മുഖ്യധാര ചാനലുകളെല്ലാം കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നീ ആരടാ എന്നുള്ള എൻ്റെ പിന്നെ എന്താ പറയുന്നത് സ്റ്റിക്കേഴ്സ്, അതിൻ്റെ പേരിൽ സ്റ്റിക്കേഴ്സ് ഇറങ്ങുന്നത് അത് വെച്ചിട്ടാണ്. അപ്പോൾ ആ സ്റ്റിക്കേഴ്സ് പിന്നെ വീണ്ടും തോന്നുന്നു. പിന്നെ സന്ദീപുമായി ബന്ധപ്പെട്ടോ ഞാനുമായി ബന്ധപ്പെട്ടോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞങ്ങൾ രണ്ടുകൂടെ ചേർന്ന് നിൽക്കുന്ന ഇട്ടാൽ ഉടൻ ഞങ്ങളുടെ അന്നത്തെ നീ ആരടാ എനിക്ക് എന്നെ ഏറ്റവും ഹൃദയത്തിൽ സ്പർശിച്ചത്, എൻ്റെ അമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം വിളിച്ച് വിവരങ്ങൾ ചോദിക്കുകയും അമ്മ മരിച്ച സമയത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ജോയിച്ചേട്ടനുണ്ട്. ഇപ്പൊ ആളുകൾ പുറമേക്ക് വളരെ പരുക്കനായിട്ടുള്ളൊരു ജോയിച്ചേട്ടനെ കാണുമ്പോൾ അതിനകത്ത് വളരെ നൈർമല്യമുള്ള ഹൃദയമുള്ള ഒരു ജോയിച്ചേട്ടുണ്ട്. ഞാൻ തിരിച്ചറിഞ്ഞ ആളാണ്. ഞാൻ പുള്ളിയുടെ ഫാദറുമായിട്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ട്. പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ഫ്ലോറിൽ എത്ര ഏറ്റുമുട്ടിയാണ് പരസ്പരം ഒന്ന് കൈ കൊടുത്തേ. അങ്ങനെ ഏറ്റുമുട്ടിയ രണ്ടുപേര് ഈ ഫ്ലോറിൽ പരസ്പരം സ്നേഹത്തോടുകൂടി ഇരിക്കുകയും ഇത്രയൊക്കെ ഉള്ളൂ. രാഷ്ട്രീയത്തിലെ ഈ ചർച്ചകളുടെ തർക്കം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള